എന്തായാലും നിങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ളത് ഞങ്ങളോടൊന്ന് പറഞ്ഞല്ലോ. ഞങ്ങൾക്ക് നിങ്ങളെ മണ്ടിയാക്കി. എന്ത് പറഞ്ഞാ നിങ്ങൾ പറയുന്നേ? അവനെങ്ങനെ വല്ല പൊട്ടത്തിനും പറഞ്ഞു കരുതി അതൊക്കെ ശരിയാവുന്നുണ്ടോ? ഞാനേ സ്കൂളിലേക്ക് വരുന്നത് പഠിക്കാനാ, അല്ലാതെ ഇതിനൊന്നുമല്ല. ഒരു കാര്യം പറഞ്ഞാൽ വേണ്ട, വെറുതെ കയറി ചൊറിയാൻ വരില്ലേ? ആരാടി ചൊറിയാൻ വരുന്നേ? നീ അല്ലടി സ്കൂളിലെ കള്ളത്തരം കാണിക്കുന്നത്. നിനക്ക് അവനുമായി ബന്ധമില്ലേടി? നീയും അവൻ ലവേഴ്സ് അല്ലേ? ഞാൻ പറഞ്ഞു അത് ഞങ്ങൾ തമാശക്ക് പറഞ്ഞതാന്ന്. ഞങ്ങളല്ല, അവനാ തമാശക്ക് പറഞ്ഞത്. അത് ഞാൻ ഇവരെ തമാശയായിട്ട് പോലും കൂട്ടിയിട്ടില്ല. നിനക്കെന്താ എത്ര പറഞ്ഞാലും മനസ്സിലാവില്ലേ? എന്റെ ദേവു, ഇവരോടൊക്കെ സംസാരിക്കുന്ന നേരം കൊണ്ട് എനിക്ക് വേറെ വല്ല പണിക്കും പോയിക്കൂടെ? എന്ത് ചെയ്യാനാമോ? എന്റെ അവസ്ഥ ഇതായി പോയില്ലേ? ഇല്ലാത്തൊരു കാര്യത്തിന് പണി കേൾക്കേണ്ട അവസ്ഥയാ. ഇവരെ വേണമെന്നുണ്ടെങ്കിൽ ഇത് ടീച്ചേഴ്സിനൊക്കെ കൊണ്ട് കൊട്ടിക്കൊടുക്കും. അതേ ഇവരുടെ സ്വഭാവം. ആ, ഞങ്ങൾ പറയും, അത് ഞങ്ങളെ ഇഷ്ടമല്ലേ? നിങ്ങളങ്ങ് പോയി പറ, അത് തെളിയിക്കാൻ പറ്റും. ഞാൻ നോക്കട്ടെ. ഒന്നുമില്ലാന്നേ എനിക്ക് അറിയാം, അമ്മൂനും അറിയാം. നീ ചിലപ്പോ അമ്മൂന്റെ അടുത്ത് പോലും പറഞ്ഞു കാണില്ല. നിന്റെ സ്വഭാവം ഞങ്ങൾക്ക് അറിയുന്നല്ലേടി. ഞങ്ങൾ ഇതുവരെ അങ്ങനെ ഒരു ബന്ധത്തിലേക്ക് പോയിട്ടില്ല. പോകുമ്പോ ഞങ്ങള് വിളിച്ചടയ്ക്കണ്ടേ കേട്ടോ? വാ അമ്മു, നമുക്ക് പോവാം. ആ, നീ വന്നോ? നീ എന്തിനാ ഇവരുടെ മുന്നിൽ വെച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞത്? ഞാനത് തമാശക്ക് പറഞ്ഞതാ. അത് അവർക്ക് മനസ്സിലാവാത്ത എന്റെ കുറ്റമല്ല. നിന്റെ കുറ്റം അല്ലത്ര പോലും. പിന്നെന്തിനാ ഇവരും രണ്ടുപേരും ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്നേ? സ്റ്റാഫ് റൂം പോയി കൊട്ടിക്കൊടുക്കുന്നൊക്കെ പറയുന്നേ. ആണോ? അങ്ങനെയാണോ? ഏയ്, അങ്ങനെയൊന്നുമില്ല. ഞങ്ങളിങ്ങനെ വെറുതെ അവിടെ സംസാരിച്ച് നിൽക്കുന്ന ടൈമില് വെറുതെ പറഞ്ഞതേ ഉള്ളൂ. അമ്മ വാ, നമുക്ക് പോവാം. അല്ല, ഇത് സംസാരിച്ച് തീർക്കണം, അതാ അതിന്റെ ശരി. എടാ അർജുനെ, നീ എന്തിനാ അവളുടെ മുന്നിൽ വെച്ച് നിങ്ങൾ രണ്ടുപേരും ലവേഴ്സ് എന്ന് പറഞ്ഞത്? പറഞ്ഞില്ലേ അമ്മു, അത് ഞാൻ തമാശക്ക് പറഞ്ഞതാ. അമ്മു, നീ ഇങ്ങോട്ട് വന്നേ. തമാശയാണോ കാര്യമാണൊക്കെ പിന്നെ നോക്കാം. എടി റോസേ, അത് തമാശക്ക് പറഞ്ഞതാ. നീ ഇത് കാര്യമാക്കല്ലേ? നിങ്ങളെ തമാശക്ക് പറഞ്ഞതല്ല. എനിക്കറിയാം നിങ്ങൾ ശരിക്കും ലവേഴ്സ് ആണ്. ഒന്ന് മിണ്ടാണ്ടിരി റോസേ. അവർ തമ്മിൽ അങ്ങനെയൊന്നുമില്ല അല്ലേ അർജുൻ? അതെ, അത് ശരി. ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല. അതിൽ തന്നെയുണ്ട് എല്ലാം ഉണ്ടെന്ന് നിന്റെ കണ്ണുകൾ പറയുന്നുണ്ട്. ഇത് നുണയാണെന്ന്. റോസി, നീ എന്തിനാ വെറുതെ എഴുതാപ്പുറം കഴിക്കുന്നത്? അർജുൻ അങ്ങനെയൊന്നുമില്ല അല്ലേ അർജുൻ? അതെ ജൂലി, നിനക്ക് മാത്രം സത്യം മനസ്സിലായി. എന്ന് ഞാൻ പോട്ടെ. അർജുൻ, അവൻ പോയി. അവനെ അവളുടെ അടുത്ത് മാത്രം സംസാരിക്കത്തുള്ളൂ. നിന്നെ ഒന്നും അവൻ പിടിക്കത്തില്ല. നീ നിർത്തേക്ക്. നീ വലിയ ആളാന്ന് പറഞ്ഞ് നടന്നിരുന്ന ഒരു കാര്യമില്ല. ഹായ് ഹായ്, ഇവളേതാ? എന്താ? ഓ, ആ പാത്തു എന്താ പറഞ്ഞേ? ആ, മിയ അല്ലേ? മിയ അല്ല, ആൻമേരിയാ. മിയ ആൻമേരി. എന്നെ ആൻമേരി എന്ന് വിളിച്ചോളൂ. ഓക്കെ മേരി. മേരി എനിക്കിഷ്ടമാണ്. ബട്ട് വിളിക്കുമ്പോൾ കുറച്ചുകൂടെ സ്റ്റൈൽ ആവാം. മേരി എന്ന് വിളിക്കാം, അല്ലെങ്കിൽ ആൻ എന്ന് വിളിക്കാം. ബട്ട് അത് നിങ്ങൾ സീനിയേഴ്സിന് മാത്രമേ പറ്റൂ. എന്റെ ജൂനിയേഴ്സ് ഒക്കെ എന്നെ സീനിയേഴ്സ് തന്നെ വിളിക്കണം. അതിന് നിങ്ങൾ ജൂനിയേഴ്സ് ഒക്കെ ഫിഫ്ത്ത് അല്ലേ? ആരെ പറഞ്ഞേ? ഞാൻ സിക്സ്ത്തിലാന്നാ. ഞാൻ സെവൻത്തിലാ. സിക്സ്തും ഫിഫ്ത്തും എനിക്ക് ജൂനിയേഴ്സാ. പക്ഷെ നീ സിക്സ്ത്തിലേക്കാ വരുന്നതാണോ? ഇവിടെ ടോക്ക് ഉണ്ടായിരുന്നു. എന്റെ ഗ്രാൻഡ് റേറ്റ്സ് ആയതുകൊണ്ട് തന്നെ എനിക്ക് എന്തും ചെയ്യാം. അതുകൊണ്ട് തന്നെ ഞാൻ നല്ല പഠിക്കുകയും ചെയ്യും. അതുകൊണ്ട് എനിക്ക് സെവൻത്ത് സ്റ്റാൻഡേർഡിൽ കിട്ടി. അതിന്റെ നിങ്ങൾക്ക് എന്താ? ഇതൊക്കെ കുറച്ച് ഹുങ്ക കൂടുതലായി. ചിരിച്ചു നിൽക്കണേ. ഉള്ളിൽ വെറുപ്പുണ്ടെങ്കിലും മുഖത്ത് ഇങ്ങനെ ചിരി പുലർത്തി നിൽക്ക്. അവള് നമ്മൾ ഒപ്പം കൂട്ടണം. അവള് നമുക്ക് ആവശ്യമുണ്ട്. ആവശ്യം കഴിഞ്ഞ കറിവേപ്പില പോലെ എടുത്തിടാം. ഈ മുതലിനൊക്കെ നന്നായി റഗ് ചെയ്യാൻ എനിക്ക് അറിയട്ടില്ല. പിന്നെ ഇവള് കുറച്ച് ടെറ. ഇവളെ തൊട്ട ഇവിടെ ഗ്രാൻഡ് പേ ഇളകും. ആകെപ്പാടെയുള്ള ഒരൊറ്റ പേരക്കുട്ടി അത്ര. അതാ ഇത്ര. പോരാത്തതിന് വലിയൊരു ബിസിനസ് മാനും. അതുകൊണ്ടല്ലേ എന്റെ അനിയത്തി ഇവിടുന്ന് പോയതോ. ഒപ്പം അവളുടെ ബെസ്റ്റ് ക്ലായും. എന്താ നിങ്ങൾ മോമോ ചെയ്യുന്നത്? എനിത്തിങ് സീക്രട്ട്? എന്ത് സീക്രട്ട്? ഞങ്ങൾക്ക് അങ്ങനെ സീക്രട്ട് ഒന്നുമില്ല. ഇപ്പൊ ഇവിടുന്ന് പോയ ചേട്ടനാണോ ഈ സ്കൂളിൽ ലീഡർ അർജുൻ? അതെ. ഓ, ഇതുപോലെ വേറൊരു ചേട്ടനെയും കണ്ടു. എന്താണ് പേര്? ശ്യാം. ഈ ചേട്ടന്മാര് വലിയ ആൾക്കാരല്ലേ ഈ സ്കൂളത്തെ? അങ്ങനെയൊന്നുമില്ല. പിന്നെ ഉണ്ടല്ലോ, ഞാൻ ആ 3 കുട്ടികളുടെ ഡീറ്റെയിൽസ് ചോദിക്കാൻ വേണ്ടി വന്നതാ. എനിക്ക് തോന്നി നിങ്ങൾക്ക് അവരോട് എന്തോ ഉണ്ടെന്ന്. അതുകൊണ്ടാ. 6th പഠിക്കുന്ന ആരൊക്കെയായിരുന്നു? അനുശ്രീ, പിന്നെ ഒരു പ്യാറോ പാറോ അങ്ങനെ ഒരു കുട്ടി, പിന്നെ ഒരു എന്തായിരുന്നു വിളിക്കുന്ന കേട്ടായിരുന്നല്ലോ, ഇച്ചാപ്പി. അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് തരുമോ? ഏടി, പ്രതീക്ഷിച്ചത് പോലെ ഇവള് അവർക്ക് നേരെയാണല്ലോ. നമുക്ക് ഭാഗ്യമുണ്ടടി. വന്നപ്പോ തന്നെ ഇവളുടെ ഗ്രാൻഡ് പേയുമായി ആ ഇച്ചാപ്പി ഉടക്കിയ നന്നായി. അതുകൊണ്ടപ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടായത്. ഇതിൽ നമുക്കെതിരായിരുന്നല്ലോ. ഭാഗ്യം. അല്ല, നിങ്ങൾ പറയുന്നില്ലേ ഇങ്ങനെ വായമ്പൂട്ടി ഇരിക്കാനല്ലേ ഞാൻ ചോദിച്ചത്? ആ, ഞങ്ങൾ ഡീറ്റെയിൽസ് പറഞ്ഞുതരാം. അവൾക്ക് 2 പേരുടെ ചേച്ചിമാരുണ്ട് ഞങ്ങളുടെ ക്ലാസ്സിൽ. അവർ 2 പേരും. പിന്നെ അവരുടെ വീട് ഇവിടുന്ന് കുറച്ച് അകലെയാ. അവര് സ്കൂൾ ബസ്സിലാണ് പോക്ക്. 18ാം നമ്പർ ബസ്സിലാണ് പോക്ക്. പിന്നെ അവര് 6th ബിയിലാണ്. പിന്നെ അവരുടെ ചേച്ചിമാരെ ഞങ്ങളുടെ ക്ലാസ്സിലാണ്. പിന്നെന്താപ്പോ അല്ല, അവർക്ക് ഏതെങ്കിലും പാസ്റ്റ്, അതായത് അടി ഉണ്ടാക്കിയ അങ്ങനെ എന്തെങ്കിലും പാസ്റ്റ്? നല്ല അവസരം, പറഞ്ഞു കൊടുക്ക്. നിന്റെ അനിയത്തി ഇവിടെ നമ്മൾ വരുന്ന വഴക്ക്. ആക്ച്വലി എനിക്കൊരു സിസ്റ്റർ ഉണ്ട്, ജെന്നി. ഓ, അവളിപ്പോ ഈ സ്കൂളിലാണോ?
നോ, ഈ പാറും ടീമും കാരണം അവൾ സ്കൂൾ അങ്ങ് മാറി. ഈ കുട്ടി വരുന്നുണ്ടല്ലേ നീ എഴുത്തിമാരെ പോയത്? ഇവളോട് പിന്നിങ്ങനെ പറയാം. എന്തുകൊണ്ടാണ് ചേച്ചിമാരെ പോയത്? അതെ, ഈ പാറക്കുട്ടി ടീം ഉണ്ടല്ലോ, അതായത് ഈ അവർക്ക് പാത്തും ഇവർക്കുള്ള ആ ടീമിന്റെ ശല്യം കൊണ്ട് പോയതവര്. ഇവരെ പേടിച്ചിട്ടോ, ഈ പേരെ കുട്ടികളെ പേടിച്ചിട്ടോ. എന്ത് ഒന്നുമില്ല, ചിരി വരുന്നു അതുകൊണ്ടാ. അല്ല, നിനക്ക് അവരെ ഇഷ്ടമായോ? ഓ മൈ ഗോഡ്, എനിക്ക് അവരെ ഒത്തിരി 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 ഇഷ്ടായിട്ടില്ല. അവർക്ക് എങ്ങനെ ഒരു ഫസ്റ്റ് ക്ലാസ്സിനോട് ബിഹേവ് ചെയ്യണമെന്ന് അറിയില്ല. എങ്ങനെയാണ് പൈസക്കാരെടുത്ത് പെരുമാറേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അതൊക്കെ ഞാൻ പഠിപ്പിച്ചു കൊടുക്കും അവർക്ക്. നിങ്ങളുടെ അനിയത്തിക്ക് പറ്റത്ത പലതും എന്നെ കൊണ്ട് പറ്റും. ആണോ? ഞങ്ങളെ ഹെൽപ്പ് ചെയ്യണേ. അവരുടെ ചേച്ചിമാരെ ഞങ്ങൾ ശത്രുക്കൾ. അതിനെന്താ, ഞാൻ ഹെൽപ്പ് ചെയ്യാലോ. എനിക്ക് അവരെ തീരെ ഇഷ്ടമായില്ല. അവർക്ക് എങ്ങനെ പൈസക്കാരെടുത്ത് പെരുമാറുന്ന ഒട്ടും പറഞ്ഞൂടാ. അതൊക്കെ ഞാൻ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ കണ്ടോ? ഇവൾ പൊളി.